അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നത്, ഖുർആനിൽ കാഫറുകളെ കൊല്ലാനുള്ള ആഹ്വാനമുണ്ട്, അതല്ലേ ലോക സമാധാനത്തിന് ഭീഷണിയായി തീരുന്നത്, അതിനല്ലേ ജിഹാദ് എന്ന് പറയുന്നത്? എവിടുന്നാണ് സുഹൃത്തിനത് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഖുർആനിൽ കാഫറുകളെ കൊല്ലാനുള്ള ആഹ്വാനം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ലോക സമാധാനത്തിന് ഭീഷണിയാകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിപ്പോ കുറച്ച് ദിവസമായി ഇതേപോലുള്ള എല്ലാ ഓപ്പൺ ഡയലോഗിലും വരുന്ന ഗ്രാമങ്ങളിലായിരുന്നാലും പട്ടണങ്ങളിലായിരുന്നാലും ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നാലും എല്ലാം ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ആ ചോദ്യത്തിന്റെ സ്രോതസ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ, നമ്മൾ അപഗ്രഥനാത്മകമായി പഠിക്കേണ്ട ആളുകളാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ ചോദിക്കട്ടെ, 14 നൂറ്റാണ്ടായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ, ലോകത്തുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള 10,000-കണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി പരിശുദ്ധ ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലെ, ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഈ ഖുർആൻ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന ഖുർആൻ, ഈ ഖുർആനിൽ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പന ശിരസാ വഹിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കുന്ന വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഏത് കൽപ്പനയായിരുന്നാലും അത് ശിരസാ വഹിച്ചാൽ അത് അതേപോലെ ആ കൽപ്പന നടപ്പാക്കിയാൽ പ്രതിഫലം കിട്ടുന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എങ്കിൽ ഈ കൽപ്പന ഏത് കൽപ്പനയായിരുന്നാലും അത് ശിരസാ വഹിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന മുസ്ലിങ്ങൾ, ഖുർആനിലെ ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടായിരുന്നെങ്കിൽ അത് ശിരസാ വഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതല്ലേ? നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇസ്ലാമിനെതിരെ അനവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട് ചരിത്രകാരന്മാരുടെ അടുത്ത്. പക്ഷെ കഴിഞ്ഞ 14 നൂറ്റാണ്ടിനിടക്ക് ഒരു അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാണ് വാദം. ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാള് അമുസ്ലിമായി എന്ന കാരണത്താൽ മുസ്ലിങ്ങൾ കൊന്ന ഒരു സംഭവം ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി സൂചിപ്പിക്കാൻ കഴിയും? അത് നിങ്ങൾക്ക് അധികാരം കഴിഞ്ഞിട്ടല്ലേ? ശരി, സമ്മതിക്കാൻ പാടില്ല. 1000 കൊല്ലം ഇന്ത്യന്റെ ചരിത്രം തന്നെ നമ്മൾ എടുക്കുക. 1000 കൊല്ലം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, അല്ലെ? ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ 1000 വർഷത്തിനടുത്തുള്ള മുസ്ലിം ഭരണകാലഘട്ടത്തെ കുറിച്ച് നിരവധി വിമർശനങ്ങളുണ്ട്. അമുസ്ലിങ്ങളെ പീഡിപ്പിച്ചു എന്ന് വിമർശനമുണ്ട്, ജിസിയ വാങ്ങിയെന്ന് വിമർശനമുണ്ട്, പല വിമർശനങ്ങളുണ്ട്. അതിന്റെ ശരിയും തെറ്റും നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നില്ല. പക്ഷേ ഈ വിമർശകന്മാരായ ഏതെങ്കിലും ഒരു വിമർശകൻ, ചരിത്രത്തിലെ മുസ്ലിം ഭരണകാലത്ത് വിമർശിച്ച ഏതെങ്കിലും ഒരു വിമർശകൻ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം, ഒറ്റ സംഭവം, എ സിംഗിൾ ഇവന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പരിശോധിക്കുക നിങ്ങൾ. നമുക്ക് കഴിഞ്ഞ 50 കൊല്ലക്കാലമായി അറേബ്യൻ നാടുകളുമായി കേരളീയന് ബന്ധമുണ്ട്. അവിടേക്ക് പോകുന്ന ആളുകൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. അവിടെ നമ്മൾക്ക് സിറ്റിസൺഷിപ്പ് പോലുമില്ല, നമുക്ക് സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാത്ത, നമുക്ക് പൗരത്വം പോലും ഇല്ലാത്ത സ്ഥലം. അധികാരങ്ങളും എല്ലാ രൂപങ്ങളിലുമുള്ള അധീശത്വവും അവർക്ക് അവിടുത്തെ സിറ്റിസൺസിനായ സ്ഥലം. അവരിൽ ചിലരെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരുടെ കീഴിൽ ഡ്രൈവർമാരായിട്ടുള്ളവർ, അവരുടെ കീഴിൽ വീട്ടു ജോലിക്കാരായിട്ടുള്ള ആളുകൾ. സ്വകാര്യമായി ഒറ്റക്കാണ് അവർ നിൽക്കുക. പഠിച്ചോന്റെ അടുത്തുനിന്ന് കൂലിട്ടുന്ന പ്രവർത്തനമാണല്ലോ ഖുർആനിൽ ഇവരെ കണ്ടുകൊടുത്തിച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റക്ക് കിടക്കുന്ന സമയത്തെങ്കിൽ ഏതെങ്കിലും ഒരു അറബി ഇയാളെ പോയി കൊന്നിട്ട് കൂലി വാങ്ങാൻ വേണ്ടി, പഠിച്ചോന്റെ അടുത്ത് പ്രതിഫലം വാങ്ങാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല, ഇല്ല, ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളാലും ഖുർആനിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിങ്ങളാരും തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാഫറിനെ കണ്ടുകൊടുത്തിച്ച് കൊല്ലണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന്. പിന്നെ മനസ്സിലാക്കിയത് ആരാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഖുർആനിലെ ആയത്തിലെ എന്ന ചോദ്യമാണെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം അതേ തന്നെയാണ്.
പക്ഷേ ഖുർആനിലെ ആയത്ത് ഇവിടെ സന്ദർഭത്തിൽ നടത്തിയെടുക്കണം, വിഷയത്തിൽ നടത്തിയെടുത്തിട്ട് അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചാൽ ഏത് ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാതിരിക്കുക? ഏത് ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാതിരിക്കുക? നിങ്ങൾ പരിശോധിച്ചു നോക്കാം. യേശു പറയാണ്, ഞാൻ സമാധാനത്തിന് വേണ്ടി വന്നവൻ എന്ന് നിങ്ങൾ കരുതരുത്, ഞാൻ വാളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മുതൽ അപ്പൻ മക്കൾക്കെതിരെയും മക്കൾ അപ്പനെതിരെയും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കെതിരെയും പോരടിക്കുക തന്നെ ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്ന കാര്യം. ഇതിന്റെ അർത്ഥം ഈ വചനം മാത്രം ഞാൻ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിക്കുക. യേശു ആകെ അവിടെ തല്ലും പുളി ഉണ്ടാക്കാനാ വന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, യേശു വന്നതിനാ പരസ്പരം തല്ലിക്കാനും അച്ഛനും മകനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ. ഇവിടെ എന്താണ് യേശു പറയുന്നത്? അതിനൊരു സന്ദർഭമുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഗീതയിലെ ഭൂമികങ്ങൾ എടുത്തു നോക്കുക. ഗീത എന്താ? ഭഗവത്ഗീത അറിയാലോ, മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. ഭഗവത്ഗീതയിൽ സംസാരിക്കുന്ന ശ്രീകൃഷ്ണൻ അർജുനനോടാണ് പറയുന്നത്. അർജുനൻ യുദ്ധത്തിന് മടിച്ചു നിൽക്കുകയാണ്. എന്താ പറയണേ? ഗുരുക്കന്മാർ, എനിക്കെതിരിൽ നിൽക്കുന്നത് ആരാ? എന്റെ ഗുരുക്കന്മാർ, എന്റെ പൂർവ്വ പിതാക്കൾ, എന്റെ ബന്ധുക്കൾ, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കാണ്, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ മോക്ഷസേ മഹീം തസ്മാദുദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനം. നീ അഥവാ മരണപ്പെട്ടാൽ, യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും. നീ ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ നിനക്ക് രാജ്യാധികാരം ലഭിക്കും. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യുക എന്നത് നിന്റെ ധർമ്മമാണ്. യുദ്ധത്തിൽ നിന്ന് നിനക്ക് പെരുമാറാൻ പറ്റില്ല. ഇവിടെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ വചനം സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഞാൻ പറയാണെന്ന് വിചാരിക്കുക, എല്ലാ ഗുരുക്കന്മാരെയും കൊന്നൊടുക്കാനാണ് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിൽ കൊല്ലാൻ പറയുന്നത്, ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി വചനങ്ങളുണ്ട്. സുഹൃത്ത് പറഞ്ഞ വചനം തന്നെ നമുക്ക് എടുക്കാം. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ നിന്ന് തുടങ്ങുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട്. ആ വചനം എന്താ? സൂറത്തുൽ ബഖറയിൽ 190-ാമത്തെ വചനം, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എന്താ ഖുർആൻ പറയണേ? നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലാഹുവിന്റെ മാർഗത്തിൽ. ആരുമായാണ് യുദ്ധം ചെയ്യേണ്ടത്? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. അതിരുവിടുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ, ആ രാഷ്ട്ര സംവിധാനത്തിലെ ഖിലാഫത്തിന്, ഖലീഫക്ക് ആയുടെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന, ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന ആളുകളുമായി നിങ്ങൾ യുദ്ധം ചെയ്യണം. അതേപോലെ തന്നെ ഇസ്ലാമികമായ പ്രബോധനം അനുവദിക്കാത്ത, ഇസ്ലാമികമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത രാജ്യങ്ങളുമായി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്മാർ യുദ്ധം ചെയ്യണം. ഇവിടെ യുദ്ധത്തിന് വരുന്ന ആളുകളുമായിട്ടാണ് യുദ്ധം. ആ യുദ്ധത്തിൽ പോലും നിങ്ങൾ അതിര് കടക്കാൻ പാടില്ല. ആ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് 190-ാമത്തെ വചനത്തിൽ പറയുന്നു, വഖ്തുലൂഹും ഹൈസു തഖിഫ്തുമൂഹും. എന്നിട്ട് ആ യുദ്ധത്തിന് വന്നാൽ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊല്ലണം. പിന്നെന്താ ഖുർആൻ പറയേണ്ടത്? യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ കയ്യിട്ട് ഇങ്ങനെ നോക്കിക്കണം ആണോ? യുദ്ധത്തിന് വരുന്ന ആളുകളുമായി യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുന്ന ആയുധവുമായി വരുന്ന ആളുകളെ മുന്നിൽ വരുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് ഖുർആൻ പറയണോ? അല്ലല്ലോ. ഖുർആൻ പ്രായോഗികമായ ദർശനമാണ്. ഖുർആൻ പറയുന്നത് യുദ്ധത്തിന് വരുന്ന ആളുകളെ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ കൊല്ലണം. യുദ്ധത്തിന് വരുന്ന ആളുകളെ കൊല്ലാനാണ്, അല്ലാതെ വാളേറ്റ് നടന്ന് എല്ലാവരും ഇങ്ങനെ വെട്ടാനല്ല ഖുർആൻ പറഞ്ഞ. അങ്ങനെ വെട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 14 നൂറ്റാണ്ടിനിടക്ക് ഒരുപാട് വെട്ട് നടക്കണല്ലോ. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളല്ലേ? അപ്പൊ ഇവിടെ ഈ വചനം മാത്രം ഊരിയെടുത്ത ആളുകൾക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയാൽ ഏത് ഗ്രന്ഥത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ഈ വിഷയത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളിൽ ഏതിലെങ്കിലും ഒരു മാനവികത വിരുദ്ധമായ ഒരു ആശയവും പറയാൻ പറ്റില്ല. നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ടല്ല, മറിച്ച് അവിടുന്ന് ഈ ഉദ്ധരണി മാത്രം എടുത്തിട്ട് വന്നതാണ്. അതാണ് പ്രശ്നവും. നാം പൂർണ്ണമായും പഠിക്കാൻ തയ്യാറാവുക,
അപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകൾ പോകും.